യുദ്ധമൊന്നിനും പരിഹാരമല്ലെന്നും നിയമങ്ങൾ പാലിക്കുന്ന ലോകക്രമമാണ് വേണ്ടതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഖമനേയിക്ക് അനുശോചനം രേഖപ്പെടുത്തി ഇന്ത്യ. ഇറാൻ വിദേശകാര്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് എസ് ജയശങ്കർ. IRIS ദേനയിലെ തിരച്ചിലിന് ഇന്ത്യയും. ഇറാനിൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണം തുടരുന്നു. മരണം 1230 കവിഞ്ഞു. അബുദാബിയിൽ ഡ്രോൺ ആക്രമണം പ്രതിരോധിച്ചു. ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ 6 പേർക്ക് പരിക്ക്. വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തങ്ങുന്നവരുടെ ഓവർസ്റ്റേ ഫൈൻ ഒഴിവാക്കുമെന്ന് UAE. 42 പന്തിൽ 89 റൺസുമായി വാങ്കഡയിൽ സഞ്ജുവിന്റെ ബാറ്റിംഗ് വെടിക്കെട്ട്. ഇംഗ്ലണ്ടിന് ജയിക്കാൻ 254 റൺസ്. T20 ലോകകപ്പ് ചരിത്രത്തിൽ നോക്കൌട്ട് മത്സരങ്ങളിലെ ഏറ്റവും ഉയർന്ന വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് പൊരുതുന്നു. വിമത കൺവെൻഷനിൽ പങ്കെടുത്തതിന് പിന്നാലെ PK ശശിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി CPM. പോരാട്ടം തുടരുമെന്ന് ശശി. കൺവെൻഷനിൽ ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. മഹാന്മാർ നയിച്ച പാർട്ടിയെ ഇന്ന് ജില്ലയിൽ നയിക്കുന്നത് സ്പിരിറ്റ് കച്ചവടക്കാരെന്ന് ശശി. ശശി ഒന്നിനും കൊള്ളാത്തവനെന്നും മുഖവിലയ്ക്കെടുക്കുന്നില്ല എന്നും ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. G സുധാകരനെ അനുനയിപ്പിക്കാൻ CPM ഫോണിൽ വിളിച്ച് MV ഗോവിന്ദൻ. ചിരിച്ചത് മാധ്യമങ്ങളുടെ ചോദ്യത്തിനെന്നും MV ഗോവിന്ദൻ. മെമ്പർഷിപ്പ് പുതുക്കില്ല എന്ന നിലപാടിൽ ഉറച്ച സുധാകരൻ പാർട്ടിയെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് MA ബേബി. G സുധാകരനെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് VD സതീശൻ. പാലക്കാട് P സരിൻ പട്ടികയിലില്ല. CPM സംസ്ഥാന സെക്രട്ടറി തീരുമാനിച്ച സ്ഥാനാർത്ഥികളിൽ മാറ്റമില്ല. PK ശ്യാമള സ്ഥാനാർത്ഥി തന്നെ. വിവാദം അനാവശ്യമെന്ന് സംസ്ഥാന സമിതിയിൽ MV ഗോവിന്ദൻ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നിയന്ത്രണത്തിലുള്ള മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി. തീരുമാനം മന്ത്രിസഭായോഗത്തിൽ. ഡാറ്റ ചോർച്ച കേസിൽ ഹൈക്കോടതി വിധി തിങ്കളാഴ്ച. അതുവരെ സന്ദേശങ്ങൾ അയക്കില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ ഉറപ്പ് രേഖപ്പെടുത്തി കോടതി. UDF ഭരണകാലത്തെ പരിഹസിച്ചും LDF സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞും സർക്കാർ പരസ്യം പ്രസിദ്ധീകരിച്ചത് ഇന്നത്തെ ദിനപത്രങ്ങളിലെ 1-ാം പേജിൽ ഉൾപ്പെടെ. സാമ്പത്തിക പ്രതിസന്ധി കാലത്തെ പരസ്യം സർക്കാർ ദൂത്തെന്ന് പ്രതിപക്ഷം. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഹീനമായ പ്രചരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് VD സതീശൻ. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകൾ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാക്കി ഓഡിറ്റർ. കണക്കുകളിൽ പ്രഥമ ദൃഷ്ട്യാ ഗുരുതര പൊരുത്തക്കേടുകളുണ്ടെന്ന് കോടതി. കണക്കുകളിലെ വ്യക്തത കുറവ് പരിഹരിക്കാൻ ഓഡിറ്റർക്ക് 10 ദിവസത്തെ സമയം അനുവദിച്ചു. അങ്കമാലിയിൽ കോളേജ് വിദ്യാർത്ഥിനി ജസ്ലിയ ജോൺസൺ കാർ അപകടത്തിൽ മരിച്ച സംഭവത്തിൽ 5-ാം ദിവസവും പ്രതിയെ പിടികൂടാതെ പോലീസ്. അന്വേഷണത്തിന് പ്രത്യേക സംഘം. ഡോക്ടർ സിറീഖ് P ജോർജിനായി ലുക്കൌട്ട് നോട്ടീസ്. മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ച് പ്രതി. പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയെന്ന് കുടുംബവും കൂട്ടുകാരും.